ഹലോ. ഭാരതീയ കോന്നി നിയോജകമണ്ഡലം യുവമോർച്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലൊരു ഫേസ്ബുക്ക് ലൈവ് വരുന്നതിന് വേണ്ടി നമ്മൾ 6 ലൈവിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ലൈവ് പരിപാടി കോന്നി നിയോജക കമ്മിറ്റിയോട് രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമെങ്കിൽ ഒന്ന് കേൾക്കാമെന്നൊന്ന് ടൈപ്പ് ചെയ്താൽ കൊള്ളാം. വിഷ്ണു, കിഷൻ കിഷോർ, വോയിസ് ഞാനൊരു കേൾക്കാമോ? യെസ്. രഞ്ജിത്ത് ബി, എന്നോട് കൊറോണ അതിജീവനത്തിന്റെ നാളുകളും ഭാവിയും ഒക്കെ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെ ഏർപ്പാടെന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹലോ. ആണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് തരുന്ന വലിയ ശേഷമുള്ള ലോകവും കോവിഡിന് മുമ്പുള്ള ലോകവും രണ്ടായി കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആർഭാടത്തോടുകൂടി രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞിരുന്നവർ, സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്ന, അതുപോലെ എല്ലാം തങ്ങളുടെ കാൽ കീഴിലാണ് എന്ന് കരുതിയിരുന്ന വലിയ വികസിത രാഷ്ട്രം ഈ കോവിഡിന് മുമ്പിൽ മുട്ടുകൂത്തി നിൽക്കുന്നതാണ് നമുക്ക്. കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്നത് കരുത് എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഷെയ്ഖ് ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തില് ഒളിമ്പിക്സ് ആദ്യമായി വന്ന്
അത് ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതില് ഓവൻസ് ആയിരുന്നു കൂടുതൽ നേടിയത്. കൂടുതൽ മെഡലുകൾ നേടിയ ജെസ്സി ഓവൻസ് മെഡൽ എന്നതിന് വേണ്ടി കയറി നിന്ന സമയത്ത് കൊടുക്കാതെ പോയ ഒരാളായിരുന്നു. അന്ന് വർണ്ണവെറിയുടെ ഒരു വലിയ പ്രതിഫലനമായിരുന്നു അന്ന് ഹിറ്റ്ലർ കാണിച്ചത്. ഇന്ന് അങ്ങനെയല്ല. സോഷ്യൽ ഗ്യാതറിംഗ് എല്ലാം ഇന്ന് മറ്റൊരു ഷെയ്ക്ക് ഹാൻഡ് പാടില്ല എന്ന് പറയുന്ന കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയം പോലും ഇല്ലാത്ത മുതലാളിയുടെ ഒരു പരിചയവുമില്ല ആ മുതലാളിയെ നമുക്ക്. പക്ഷെ ആ മാളിൽ നമ്മൾ തിരക്ക് കൂട്ടിപ്പോകുന്നു. തിരിച്ചു വരുന്നത് അയൽവക്കത്തുള്ള ശങ്കര പലചരക്കടയിൽ, ആ പലചരക്കട പണ്ടും ഉണ്ടായി, പൈസ ഇല്ലാതിരിക്കുന്ന നീ ഇത് തൽക്കാലം കൊണ്ടുപോയിക്കോ എന്ന സമയത്ത് ആ കൂലി കടം തരുന്ന ഒരു പലചരക്കട ഉണ്ടായിരുന്നു നമുക്ക്. ഓഫറുകൾ മാത്രം മുന്നോട്ട് പോയ ഒരു കാലഘട്ടം കുറെ കാലമായി. 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം 30 രൂപയുടെ 1 കിലോ എന്നുള്ളത് 3 കിലോ കിട്ടും എന്ന് കണ്ടാൽ ആവശ്യമില്ലെങ്കിലും നമ്മൾ ഈ 3 കിലോ ഐറ്റം വാങ്ങും. നഷ്ടപ്പെടുത്തുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു. ആ കസ്റ്റമറിൽ നിന്ന് നമ്മളിപ്പോൾ മാറി ഒരു ഐഡിയൽ കസ്റ്റമറിലേക്ക്. ഇതെല്ലാം നമുക്ക് കൊറോണ തന്ന അനുഭവങ്ങളാണ്. അതിൽ നിന്ന് മറ്റൊരു വസ്തുത, ആപ്പുകൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മളുടെ കയ്യിലുള്ള ആപ്പായിരിക്കും എന്ത് വാങ്ങണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മളെ സെലക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഈ സമയത്തും ഒരു കാര്യം പ്രധാനമാണ്. എൻ്റെ പലപ്പോഴും ഉള്ളൊരു ചിന്തയിൽ വരുന്നൊരു കാര്യം, കൂട്ടായ്മകൾ പലതും ഒത്തുചേരലുകളും കൂട്ടായ്മകളും നഷ്ടപ്പെടുന്നു. ഈ ഒത്തുചേരലും കൂട്ടായ്മകളും ചേരുമ്പോഴാണ് പലപ്പോഴും ഒരു പുതിയ നന്മയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്കിറങ്ങുക. അല്ലാത്തപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടേ നമുക്ക് നന്മയ്ക്ക് ഇറങ്ങാൻ വേണ്ടി അത് കൈമോശം വരുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കൊറോണ നമുക്ക് തരുന്ന വലിയ പാഠങ്ങൾ ഇതാണ്. ഒരാളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്ന് പറയുന്നതിൽ നിന്ന് അകലെ നിന്ന് സ്നേഹിക്കേണ്ടി വരുന്ന ഒരു വലിയ ദുരവസ്ഥയാണ് നമുക്കിപ്പോഴുള്ളത്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ അങ്ങനെ വളരെ അടുത്ത് ഇടപഴകാൻ പറ്റാതെ വരുന്ന, അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യവുമൊക്കെ നമ്മൾ വിഷ്ണുദാസ് ചോദിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള കേരളം, കോവിഡിന് ശേഷമുള്ള കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോവിഡ് വന്നതുകൊണ്ട് വലിയ ഒരു മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞത് 2050 ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാട് അതിനുള്ള സാധ്യതകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഈ കോവിഡ് വളരെ ഫാസ്റ്റ് ആക്കി കളഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്ന സാറിന് ഈ റോബോട്ട് പോലുള്ള സാധനങ്ങൾ കൂടുതൽ മനുഷ്യന്റെ ജോലികൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പലപ്പോഴും സാധിക്കുന്നത്. അതിപ്പോ നമ്മുടെ ദുരന്ത നിവാരണ സേനയുടെ ആയിരിക്കുന്ന മുരളി തുമ്മാർ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സ്പെയിനിൽ ജനീവയിൽ താമസിക്കുന്ന റൂമിൽ അദ്ദേഹത്തിന്റെ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു റോബോട്ടാണ്.
$1000 താഴെ അതിന് വിലയുള്ളൂ. സ്പെയിനിൽ അദ്ദേഹം ചെന്നിറങ്ങിയപ്പോൾ അദ്ദേഹം പോയത് ഒരു ആളില്ലാതെ ഡ്രൈവർ ഇല്ലാത്ത വാഹനമാണ്. അപ്പൊ ഇത്തരം വാഹനങ്ങളിലേക്കും ഇത്തരം തലമുറകളിലേക്കും ഒക്കെ മാറ്റം, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഈ പുതിയ തലമുറ മാറുമ്പോൾ തൊഴിൽ സാധ്യതകൾക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ളത് ഇപ്പോൾ നമുക്ക് പലപ്പോഴും കാണാം, എല്ലാ സ്ഥലത്തും തൊഴിൽശാലകൾ വേണം, കാര്യങ്ങൾ എല്ലാം നടക്കണം. പക്ഷെ തൊഴിലാളിയുടെ പ്രശ്നം നമ്മൾ പറയുന്ന സമയത്ത് പലപ്പോഴും പറയുന്നത് അത് അവര് പണിയെടുക്കട്ടെ, അവർ 12 മണിക്കൂറും 14 മണിക്കൂറും 18 മണിക്കൂറും ഒക്കെ പണിയെടുക്കട്ടെ എന്ന് പറയുമ്പോൾ മുതലാളിയുടെ വലിയ ലാഭത്തെക്കാട്ടിലുപരി വ്യവസായം പിടിച്ചു നിൽക്കണം. അതൊരു വസ്തുതയാണ്. പക്ഷെ മുതലാളിയുടെ ലാഭം മാത്രം നോക്കണം. തൊഴിലാളിയുടെ ശാരീരിക അധ്വാനത്തിന്റെയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിൽ സംസ്കാരം, നല്ല തൊഴിൽ സംസ്കാരം, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ കോവിഡാനന്തരം നമ്മൾ പറയുന്ന കേരളത്തിൽ വലിയ തോതിൽ കൃഷി കൊണ്ടുവരണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ കൃഷി ലാഭകരം ആണോ അല്ലയോ എന്നുള്ള വസ്തുതയ്ക്കപ്പുറം നമ്മുടെ കേരളം നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭാഗം നമുക്ക് കുറച്ച് സ്ഥലമുള്ളിടത്ത് ഒരു കെട്ടിടം പണിത് അത് വാടകയ്ക്ക് കൊടുക്കുന്നതാണോ ലാഭം? അതിനേക്കാട്ടിലും ലാഭം കൃഷിയിൽ കിട്ടുമോ? കൃഷിയിൽ മെനക്കെടുന്നത് അത് റിട്ടേൺ ആയിട്ട് നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് തിരിച്ചു കിട്ടുമോ എന്നുള്ളതെല്ലാം വളരെ രീതിയിൽ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും കാണാം, കാർഷിക മേഖലയിൽ ഒരുപാട് വിളവുണ്ടായി, പക്ഷെ എടുത്തുകൊണ്ട് പോകാൻ ആളില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി കൃത്യമായി ഇവിടെ വരുന്നു. പക്ഷെ നമ്മുടെ പാവലം തദ്ദേശീയര് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാനല്ല. ഹോർട്ടികോർപ്പിനെ പറയുന്ന സമയത്തും അവർക്കത് കളക്ട് ചെയ്യാൻ പറ്റില്ല. എത്രയോ വാർത്തകൾ നമ്മൾ ദൈനംദിനം ചാനലുകളിലൂടെ കണ്ടു. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തടത്തോളം കാലം നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ തോതിൽ നമ്മൾ ഇപ്പോൾ ഫാം നടത്തുന്നു, ഫാമിന്റെ അടുത്ത് തന്നെ കുറെ ഫാമുകൾ ഉള്ളതിന്റെ അടുത്ത് തന്നെ നമ്മൾ മിൽക്ക് പാസ്ചറൈസ് ചെയ്യും, അതുപോലത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് നടക്കുന്നില്ല. ഇപ്പോൾ ഫാം നടത്തുന്നു, പന്നി ഫാം നടത്തുന്നതിന് അവസാനം ഇതെന്ത് ചെയ്യും എന്നുള്ളത്, സ്ലോട്ടർ അതിനെ കട്ട് ചെയ്ത് അതിന്റെ ഫ്രോസൺ മീറ്റാക്കി വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള പ്രക്രിയകൾ കൊണ്ടുവരുന്ന വലിയ മേഖലകളുണ്ടെങ്കിൽ, വലിയ ഇൻഡസ്ട്രിയൽ മേഖലകളായി അല്ലെങ്കിൽ കാർഷിക മേഖലയെ ആ രീതിയിൽ പരിപോഷിപ്പിച്ചാൽ മാത്രമേ കോവിഡാനന്തര കേരളത്തിൽ കാർഷിക വൃത്തിക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഏതായാലും കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ സേവനം നടത്തുന്ന കോന്നി നിയോജക മണ്ഡലത്തിലെ BJPക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും വലിയ തോതിൽ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം നമ്മൾ ഫേസ്ബുക്കിലൂടെയും മറ്റും എപ്പോഴും കാണുന്നു, വിദേശത്തു നിന്ന് വന്നവർ കഷ്ടപ്പെട്ട് നിന്ന് എങ്ങനെ വരും എന്ന് കരുതിയിരുന്നവർ വലിയ സന്തോഷത്തോടുകൂടിയും ഒരു പൊതുപ്രവർത്തകന് ഏറ്റവും വലിയ സന്തോഷം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾക്ക് കുറെ പേരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരം സഹായങ്ങൾ നൽകുന്നതിൽ കോന്നി മണ്ഡലം കാണിച്ച വലിയ മനസ്സിനും അതുവഴി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജിയും അതുപോലെ വി മുരളീധരൻ അവர்களுം ഒക്കെ എടുത്തിരിക്കുന്ന വലിയ പ്രാധാന്യം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി എടുത്ത അഹോരാത്രം പണിയെടുത്ത് ഇരിക്കുന്നതുമെല്ലാം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. പ്രത്യേകിച്ച് അതിൽ വലിയ നന്ദി നിങ്ങളോട് അറിയിക്കേണ്ടതുണ്ട്.
കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുള്ളതും കൂടെയുള്ളവരുടെ അനുഭവങ്ങൾ. ABVP ആണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടന. ABVP ഫുൾ ടൈമർ ആയതിനു ശേഷമാണ് സത്യത്തിൽ ഒരു പ്രവർത്തനം, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തനത്തിന്റെ വലിയ മേഖലകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്ന് ഞാൻ ആദ്യമായി മുഴുവൻ സമയ പ്രവർത്തനമായി വരുന്നത് പന്തളത്തായിരുന്നു എൻ്റെ താമസമല്ല. പന്തളം കാര്യാലയത്തിലായിരുന്നു. അത് തിരുവല്ല, പന്തളം താലൂക്കുകളിലെ ഓർഗനൈസ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പരുമല അടക്കമുള്ള മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. ആ സംഭവത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷൻ സമയത്ത് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പന്തളം കോളേജിൽ ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന കേന്ദ്രം. അക്കാലത്ത് ഞാൻ ശരിക്കും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും വലിയ മേന്മകളും വലിയ നന്മകളും സംഘടനാ വൈഭവവും കണ്ടുപഠിച്ചത് സൂരജ് അന്ന് എൻ്റെ ജില്ലാ പ്രമുഖായിരുന്നു, VS സൂരജ്, നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറി. സൂരജിനോടൊപ്പമുള്ളൊരു കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരെയും തോളത്ത് കൈയിട്ട് എല്ലാവരെയും അനുനയിപ്പിച്ച്, എന്നാൽ അതിനൊരു പബ്ലിസിറ്റി വരട്ടെ എന്ന് വിചാരിച്ച് ഒന്നുമല്ല, അതൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. സൂരജിന്റെ പ്രവർത്തനം ഒരു വലിയ സംഘടനാ വൈഭവമുള്ളൊരു വ്യക്തിയായിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ കണ്ടത് നമ്മുടെ ബിനുമോൻ അസാമാന്യ സംഘടനാ വൈഭവം. ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഇല്ലാതെ തന്റെ തൊഴിലുമായി മാറി നിൽക്കുന്നു. ഇത്തരം ആളുകളും നമുക്ക് തന്ന ഒരു വലിയ പിന്തുണയായിരുന്നു അന്ന് പന്തളം കോളേജിൽ, NSS കോളേജിൽ ആദ്യമായി യൂണിയൻ പിടിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. അതുപോലെ S മനു ഉണ്ട്, P കൃഷ്ണദാസ് ഉണ്ട്, MA വിനോദുണ്ട്, V ഹരികൃഷ്ണനുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള MV രഞ്ജിത്തുണ്ട്. ഇങ്ങനെ ഒരു വലിയ നിര, G കാശിനാഥ് ഉണ്ട്. ഇങ്ങനെ ഒരു വലിയ നിര അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ദത്താജി അടക്കമുള്ളവർ നമുക്ക് നൽകിയ ഒരു വലിയ ദിശാബോധമുണ്ടല്ലോ. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത്തരത്തിലൊരു വലിയ കാഴ്ചപ്പാടുകളാണ് നമുക്ക് സമ്മാനിച്ചത്. അതുപോലെ KR ഉമാകാന്തൻ നമുക്കൊരു ഓർഗനൈസ് സെക്രട്ടറി എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരാൾ മാത്രമായിരുന്നില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരാളും, നമുക്ക് ഒരു പിതാവിനെ പോലെ ഇടപെടാൻ പറ്റുന്ന ഒരാളുമാണ്. അതേ ഉമാന്തേട്ടനും സൂരജുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. ചോദിച്ച ആരോഗ്യ സേതു ആപ്പ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയും ഏറ്റവും സൗകര്യപ്രദമായി ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന, മോഡി സർക്കാർ സമ്മാനിച്ചിരിക്കുന്ന ഒരു ആപ്പാണത്. അത് നമ്മളതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ, ഇപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അടിമാലിയിലാണ്. അടിമാലിയിൽ എത്തുമ്പോൾ എൻ്റെ ബ്ലൂടൂത്ത് ഓണാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ ഭാഗം, ഇവിടെ കോവിഡ് എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആളുകളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഏരിയ ആണെങ്കിൽ നമ്മളെ അത് പ്രത്യേക റിസ്ക് ഏരിയ, ലോ റിസ്ക് ഏരിയ, അതുപോലെ യു ആർ ഇൻ സേഫ്, ഇങ്ങനെ എല്ലാവിധ വിവരങ്ങളും. പിന്നെ ആ ആപ്പിലൂടെ നമുക്ക് അപ്ഡേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മുടെ അതായത് ഇതിൽ മാത്രമല്ല, നമ്മുടെ ഫേസ്ബുക്കിൽ പോലും കോവിഡ് അപ്ഡേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പല സമയത്തും നമുക്ക് വളരെ പ്രയോജനപ്രദമായി തോന്നിയിട്ടുള്ള ഒരു ആപ്പ് എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ നമുക്കിത് സാധാരണ ആപ്പ് പോലെ തോന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഗുണം മനസ്സിലായത് വളരെ ഫ്രണ്ട്ലി ആയി നമുക്ക് തോന്നിയത് ഈ ആപ്പ് വളരെ പ്രയോജനകരമായിട്ടുണ്ട്. കോന്നിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ, ഞാൻ കോന്നിയുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. കോന്നിയിൽ ഞാൻ വീട്ടില് ഞാൻ വിദ്യാർത്ഥി പരിഷത്തിന്റെ
ഒരുപാട് തവണ താമസിച്ചിട്ടുണ്ട്. പിന്നെ സുരേന്ദ്ര സമയത്ത് മുഴുവൻ സമയം കോന്നിയിലായിരുന്നു. കോന്നിയുമായി ബന്ധപ്പെട്ട് കോന്നിയിലെ പത്തനംതിട്ട ഇലക്ഷൻ, അതുപോലെ പാർലമെന്റ് ഇലക്ഷൻ, അതുപോലെ കോന്നി നിയമസഭാ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ കോന്നി ബേസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ മൈനോറിറ്റി പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ പോവുകയും അവരെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സമ്പർക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ കോന്നിയിലെ കാര്യം, കോന്നിയിൽ രതീഷ്, അതുപോലെ കോന്നിയിലെ അവിടെ തന്നെയുള്ള വിഷ്ണു, കണ്ണൻ, പഞ്ചായത്തിന്റെ പ്രസിഡന്റുള്ള കണ്ണൻ, ഇവരെല്ലാവരും സുരേന്ദ്രന്റെ ഇലക്ഷന്റെ കാലഘട്ടത്തിൽ വലിയ പിന്തുണയും വലിയ അനുഭവങ്ങളും വലിയ നല്ല ചിന്തകളും ഒക്കെ തന്ന ആളുകളാണ്. അതുപോലെ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചേർന്ന് ഇടപെടാൻ, നമുക്ക് ഒരാളെ മനസ്സറിഞ്ഞ് സഹായിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായ കാര്യം. ഈ അടുത്തിടെ ഞാൻ നമ്മുടെ മുണ്ടക്കയത്തൊരു സംഭവം കേട്ടു. മുണ്ടക്കയത്ത് അവിടുത്തെ ഒരു ക്രൗൺ ബേക്കറിയിൽ, അവിടുത്തെ പ്രസിദ്ധമായ ബേക്കറിയാണ് ക്രൗൺ ബേക്കറി. ഇപ്പോൾ ക്രൗൺ ബേക്കറിയിൽ ഒരാള് രാവിലെ ഒരു 8 മണിക്ക് പണിക്ക് പോകാൻ വന്ന് നിൽക്കുക. പണിക്ക് പോകാൻ വന്ന് ഒരു പ്ലാസ്റ്റിക് കൂടൊക്കെ ഉണ്ട്. പുള്ളി പണിക്ക് പോകാനുള്ള ഡ്രസ്സും എല്ലാം വന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു സായിപ്പും അവരുടെ വൈഫും കൂടെ ഒരു ബുള്ളറ്റിൽ വന്നു. ഈ ബുള്ളറ്റിൽ വന്ന് ബുള്ളറ്റ് അവിടെ വെച്ചാൽ കേടായി. സാഹിബിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വരിക, അവിടുത്തെ വണ്ടി എടുക്കുക, പോവാന്നുള്ളത്. ഈ ബുള്ളറ്റ് കേടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോടാ ചോദിച്ചത് എവിടെയാ ഇത് നന്നാക്കാനുള്ള സ്ഥലം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നാടൻ ശൈലിയും ഒരു നന്മയും കൊണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് അവരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് നേരെ പോയി ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് വർക്ക്ഷോപ്പ് ഒക്കെ അവിടുത്തെ ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഇയൊക്കെ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം, കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഇംഗ്ലീഷൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവസാനം ബൈക്ക് ശരിയാക്കി. അപ്പോൾ ലാസ്റ്റ് സായിപ്പിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എടുത്തു. സായിപ്പിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു, ഒരു സെൽഫി എടുത്ത് എന്തിട്ടാലും നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമല്ലോ. അടുത്ത സെക്കൻഡിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പുള്ളി തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് വന്നു. 14 ദിവസം ക്വാറന്റൈനായി. വലിയ സഹായ മനസ്ഥിതിയോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ഗ്രാമീണതയുടെ നിഷ്കളങ്കത പോയതാണ്. അത് നമുക്ക് അടുത്ത് സഹായിക്കാൻ പറ്റാത്ത ഒരു വലിയ വിഷമം നമുക്കിപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പല കോവിഡ് രോഗികളും നമുക്ക് പരിചയമുള്ളവർ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ, നമുക്ക് ചെല്ലണം, കാണണം എന്നുള്ള ആളുകളെ പോലും നമുക്ക് അടുത്ത് നിന്ന് സഹായിക്കാൻ പറ്റാത്ത അത്തരത്തിലൊരു രോഗമായി പോയി എന്നുള്ളതാണ് നമ്മളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നത്. ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനം കേരളത്തിൽ, ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനം കോവിഡ് ഇപ്പൊ ഞാൻ ഈ രണ്ടാമത് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇപ്പൊ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാലോ. ആർക്കും അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റുമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം 2 മേഖലയായി തിരിച്ചു. ഭാരവാഹികളുടെയും ഇവരെല്ലാം എല്ലാ ജില്ലയിലും ഭാരവാഹികളെ ജില്ലകളിലും ആയിക്കഴിഞ്ഞു. അതിനുശേഷം മണ്ഡല തലത്തിലുള്ള ലിസ്റ്റുകളായി തുടങ്ങി. അതെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. ഏതായാലും ന്യൂനപക്ഷ മോർച്ച വരും കാലഘട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പം വലിയ അതിന് പറ്റിയൊരു ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ടീം മോശമായിരുന്നില്ല. പുതിയ ടീമിന് പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരാണ്. പഴയ ആളുകളുടെ അനുഭവ പരിചയവും എല്ലാം പിന്തുണയായിട്ട് ഉണ്ട്.
അതാണ് ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഞാൻ ഇപ്പൊ ചുമതല ഏറ്റെടുത്തിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ. ഈ സ്വദേശി ജാഗരൺ മഞ്ചില് ഞാൻ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പറയുന്ന സമയത്ത് ഇപ്പൊ സ്വദേശം എന്ന് പറഞ്ഞൊരു ഒരു 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 കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സാധനം വേണം. അതായത് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, നിങ്ങൾക്കൊരു മൊബൈല്, ഇങ്ങനെ സാധനം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഏത് കമ്പനി, സ്വദേശി കമ്പനി എന്ന് പറയുന്ന കമ്പനികൾ നോക്കി പറയോ, അതോ നമുക്ക് അല്ലാത്ത കമ്പനികളായിരിക്കോ പറയുള്ളൂ? ഇതിന്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഗ്ലോബലൈസേഷന് ശേഷം സ്വദേശി എന്ന് പറഞ്ഞൊരു കാഴ്ച എല്ലായിടവും ഓപ്പണാണ്, മാർക്കറ്റ് ഓപ്പണാണ്. നമുക്ക് ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഒരാളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കസ്റ്റമർ കിങ് ആണ്. അവർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക, അവർക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഐറ്റം ഉണ്ടാവുക. ഇതിൽ നമ്മുടെ ഈ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഈ തേർഡ് വേൾഡ് കൺട്രീസിനാണ് ഈ ചുറ്റുപാടും. ഇപ്പം നേപ്പാൾ ദ ഹിന്ദുവിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് നേപ്പാളിനെ കുറിച്ച്. നേപ്പാളിൽ വലിയ പ്രക്ഷോഭം നടക്കുക, ഇന്ത്യ അതിർത്തി കയ്യേറി എന്ന് പറയുന്ന. പണ്ട് അടൽജിയൊക്കെ പോയി വിളിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ സൗഹൃദത്തോട് നിന്ന രാജ്യ. ഈ അതിർത്തിയില്ലാതെ അതിർത്തിക്കപ്പുറമായി കോവിഡ് കടന്നു പോകുമ്പോഴും നേപ്പാൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മളുമായി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, പക്ഷെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ഈ 3 ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ അതിർത്തിയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുക. അതേസമയം നമുക്ക് ഇറ്റലി ചെന്നിറങ്ങിയ ഒരു ബസ്സിൽ കയറിയ 2-3 രാജ്യങ്ങളിൽ പോവാം, തൊട്ടടുത്ത രാജ്യങ്ങളിൽ. ഈ സ്വദേശി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നിശ്ചയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവരെ കൂടി കരുതുകയും പഴയ കാലഘട്ടത്തില് അല്ലെങ്കിൽ പരമ്പരാഗതമായി ഉണ്ടാകുന്ന തൊഴിൽ ശാലകളും തൊഴിലവസ്ഥകളും നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം. അതോടുകൂടിയിട്ടാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. പക്ഷെ അത് മുഴുവനുമായി നമുക്ക്, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിന്റെ ഫോണാണ്, എനിക്ക് ഐഫോണോ ഐപാഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ എപ്പോഴും അങ്ങനെ ഒരു സ്വദേശീവൽക്കരണത്തിന്റെ രീതി പറയാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷെ നമ്മൾ തദ്ദേശീയമായി ഉണ്ടാകുന്ന നന്മ, അതിലെ ക്വാളിറ്റി, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് വിദേശത്തു നിന്ന് വരുന്ന ഒരു ഫിഷ് പിക്കിള് അല്ലെങ്കിൽ മീറ്റ് പിക്കിള്, ഇതുപോലത്തെ പിക്കിളുകൾ വിശ്വസിക്കാൻ പറ്റുമോ, അതാണോ നമ്മുടെ തദ്ദേശീയരായിട്ട് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വലിയ ചിന്തകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ സ്വദേശി ഒരു ഗ്ലോബലൈസേഷന് ശേഷം സ്വദേശി എങ്ങനെയാ പറയുക, വലിയ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ സമരപരിപാടിയെ പറ്റി ഒന്ന് വിശദീകരിക്കും. സമരപരിപാടി എനിക്ക് തോന്നുന്നത്, ഞാൻ വിദ്യാർത്ഥി പരിഷത്തിന്റെ കാലഘട്ടത്തിലായിരിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് ഇഷ്യൂസിൽ അന്ന് പത്തനംതിട്ടയിൽ വെച്ച് നമ്മള് വലിയ സമരങ്ങൾ നടത്തുകയും, ബിനുമോനും സൂരജുമാണ്, അതെ, അവർ രണ്ടുപേരുമാണ് അന്ന് അതിന്റെ വലിയ നേതൃത്വം കൊടുത്തത്. ഓർഗനൈസ് സെക്രട്ടറി എന്ന നിലയിൽ ഞാനും ഉണ്ട്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ വിചാരിക്കുന്ന ചെറിയ കുറച്ച് കുട്ടികളല്ലേ കോളേജിൽ നിന്ന് വരികയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്, സാമാന്യ വൈഭവം കണ്ട ഒരു വലിയ സമരം ഞങ്ങൾ പത്തനംതിട്ട കളക്ട്രേറ്റിൽ ഉണ്ടായിരുന്നു. ആ കളക്ട്രേറ്റിൽ സമരത്തിന് ശേഷം ഉണ്ടായിരുന്ന ലാത്തി ചാർജ്, അതിനുശേഷം പരിക്കേറ്റവരുടെ വീട്ടിൽ പോവുക, കേസ് വരിക, അവരുടെ വീട്ടിൽ പോവുക, അവരുടെ മാതാപിതാക്കളുടെ ചില സ്ഥലത്ത് നമുക്ക് മിണ്ടാതെ കേട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് വലിയ സൗഹൃദമായി. അങ്ങനെയുള്ള വലിയ അനുഭവങ്ങൾ, സമരത്തെ
പറ്റി പറയുമ്പോൾ സമര മേഖലയിൽ പോയി ഉണ്ടായ, സമരമുഖത്ത് പോയി ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചല്ല എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് സമരത്തിന് ശേഷം കേസുണ്ടാകും, റിമാൻഡിൽ പോകും, കുറച്ചു പേർ ഹോസ്പിറ്റലൈസ്ഡ് ആവും. ഇത് കൈകാര്യം ചെയ്യുന്നതിലാണ് പലപ്പോഴും ഈ വലിയ സമര പരിപാടിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്നത്. മറ്റ് സമരങ്ങൾ നമ്മൾ ഒരുപാട് പോകും, ചിലപ്പോൾ പോലീസുകാർ തല്ലിയിട്ടുണ്ടാവും. അതിനേക്കാൾ ഉപരി നമ്മൾ ആ പ്രായത്തിൽ നമ്മളെക്കാട്ടിൽ എത്രയോ വലിയ പ്രായം കൂടിയ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ അടുത്ത് ചെന്നാണ് അവരുടെ മകൻ റിമാൻഡിലായി, ഉടനെ ജാമ്യം കിട്ടും എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിടിച്ചു പറിച്ചിട്ടൊന്നുമല്ലോ റിമാൻഡിലായ, ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സമരം ചെയ്യുന്നത്. അതിന്റെ ഒരു അഭിമാനം ഉണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം നേരിടാൻ പഠിച്ചത് ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നിന്നാണ്. ആറരയ്ക്ക് 7 മണി ആയി. നമ്മൾ ലൈവ് എങ്ങനെയാ, ലൈവിന്റെ കോന്നി നിയോജക മണ്ഡലത്തിലെ യുവമോർച്ചയുടെ ലൈവ് ഇനി മുന്നോട്ട് പോകണം, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാം. യുവമോർച്ച കോന്നി നിയോജക മണ്ഡലം സംഘടിപ്പിച്ച ഈ ലൈവ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച യുവമോർച്ചയുടെ ചേട്ട, ഇപ്പോഴുള്ള വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ആ മേഖലയുമായി വലിയ ബന്ധമില്ലല്ലോ. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിനെ പോലെയാണ്, അന്ന് നന്നായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാലഘട്ടം മാറി, ഒരുപാട് മാറി. കൂടുതലായി ചിന്തിക്കുന്ന സയന്റിഫിക് ഇപ്പോൾ ഉള്ളത് അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ആ കാലഘട്ടത്തിന് സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മള് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ ഞാൻ എനിക്ക് പറയുകയാണെങ്കിൽ, ഈ ആപ്പിൾ താഴത്തേക്ക് വീണപ്പോൾ ഗുരുത്വാകർഷണ ബലമാണ് എന്ന്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നു ഒരാളുടെ ആലോചനയും ചിന്തയും എല്ലാം. വളരെ അതെല്ലാം ദൈവത്തിന്റെ കളിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അതല്ല, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. അതാണ് സയന്റിഫിക് ആയിട്ട് ഇപ്പോൾ ഉള്ള ഒരു സയന്റിഫിക് ടെമ്പർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ സംശയമുണ്ട്. ഇത് പുതിയ കാലത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് നമ്മളൊരു കാര്യം പഴയതുപോലെ ചുമ്മാ പറഞ്ഞിട്ട് പോയാൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങുമൊന്നുമില്ല. അവർക്ക് സംശയമുണ്ട്, അവർക്ക് ചോദ്യങ്ങളുണ്ട്. അവർ അതിനെ പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തിൽ
പുതിയ തലമുറയ്ക്ക് വലിയ ദിശാബോധം നൽകുന്ന വിദ്യാർത്ഥി പരിഷത്തായി തന്നെയാണ് കേരളം തുടരുന്നത്. ഒരുപക്ഷെ പഴയ ആളുകൾ കണ്ടതുപോലെ പഴയ രാഷ്ട്രീയമല്ല, പഴയ വിദ്യാർത്ഥി പ്രവർത്തനമല്ല ഇപ്പോൾ, മറ്റൊരു രീതിയിലാണ് വിദ്യാർത്ഥി പ്രവർത്തനം. അതിൽ അവർ വലിയ തോതിൽ മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂരജ്ജിയുടെ ഒപ്പമുള്ള അനുഭവങ്ങളെപ്പറ്റി, സൂരജ്ജിയെ ഒപ്പമുള്ള അനുഭവങ്ങളെപ്പറ്റി ആണെങ്കിൽ ഒരു കുറെ കാലഘട്ടം ഞങ്ങൾ ഒരുമിച്ചാണ്. പന്തളത്ത് വരും, പന്തളം കാര്യാലയത്തിൽ താമസിക്കും. അവിടുന്ന് ഞങ്ങൾ ഹരിച്ചേട്ടൻ്റെ വീട്ടിൽ പോവും. സൂരജ് എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ ഹരിച്ചേട്ടൻ്റെ വീട്ടിൽ പോകും. ഹരിച്ചേട്ടൻ്റെ വീട്ടിൽ എപ്പോൾ ചെന്നാലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു വീടായിരുന്നു. അതുപോലെ ജയനന്ദേട്ടൻ്റെ വീട്ടിൽ പോവും. ഇങ്ങനെ ശിവപ്രസാദ് ജി, ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം വീടുകളിൽ പോവുകയും അവിടെ താമസിക്കുകയും അവിടെ ചെന്നാലും ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെ ഒരു വലിയ അനുഭവവും വലിയ നേതൃപാടവത്തിന്റെ വലിയ കഴിവുകളും നമുക്ക് കാണാൻ സാധിച്ചത്. സൂരജിനെ എവിടെ ചെന്നാലും ആളുകൾ അറിയും. സൂരജ് പക്ഷെ ഈ ആളുകളെ അറിയാം എന്നൊന്നും പറഞ്ഞുകൊണ്ട് കിടക്കില്ല. സൂരജ് നമ്മളൊരു ആവശ്യമായിട്ട് നമുക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോലും സൂരജ് കൊണ്ടുവന്ന് നമ്മൾ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ സൂരജിനെ അടുത്ത് പരിചയമാണ്. അങ്ങനെ എനിക്ക് തോന്നിയത് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ അവരുടെ വീട്ടിൽ കലഞ്ഞൂർ വീട്ടിലൊക്കെ ചെന്നപ്പോൾ സൂരജ്, നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സൂരജ് അങ്ങ് പോകുന്നു എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോൾ സൂരജിന്റെ ബന്ധങ്ങളാണ് ഉള്ളത്. വലിയ സൂരജിനെ വിളിക്കാനും സൂരജ് സത്യത്തിൽ ഇയാളെന്താ ഇതൊന്നും മാർക്കറ്റ് ചെയ്യാത്ത എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. രാഷ്ട്രീയത്തിൽ പലപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷെ അതൊന്നും ആളുകൾ പ്രയോജനപ്പെടുത്താത്ത ഒരു സമയമായിട്ടാണ് സൂരജിന്റെ ഒരു ജീവിതം ഇതിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ സൂരജിന്റെ വീട്ടിൽ എപ്പോ അവിടെ ചെന്ന് അവിടെ കിടക്കാം, ഭക്ഷണം കഴിക്കാം. സൂരജിന്റെ അമ്മ, ഭാര്യ, ഇവരെല്ലാം സൗഹാർദ്ദപരമായി നമ്മളുടെ വീട്ടിൽ ചെല്ലുന്ന ഒരു 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 ഫീലിംഗ് നമുക്കുണ്ടാവും. ന്യൂനപക്ഷം BJP-യിൽ ഒന്ന് വിശദീകരിക്കും. BJP-യിൽ ന്യൂനപക്ഷങ്ങളുടെ വലിയ സഹകരണമാണ് ഈ കഴിഞ്ഞ കുറെ കാലഘട്ടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് BJP എന്ന് പറയുന്നത് ഒരു വലിയ നുണയായി തന്നെ ഇവിടുത്തെ ജനവിഭാഗം മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ ഇപ്പോൾ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ളവർ പറഞ്ഞത് ഇവിടെ നിന്ന് വലിയ കലാപങ്ങൾ ഉണ്ടാകും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. രണ്ടാമത്തെ ഈ പ്രാവശ്യത്തെ ഇലക്ഷന് മോദി സർക്കാർ ജയിച്ചാൽ പിന്നീട് ജീവിക്കാൻ പറ്റില്ല, വലിയ കലാപങ്ങൾ ഉണ്ടാക്കപ്പെടുമെന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ എത്രയോ മാറിപ്പോയി എന്ന് നമുക്ക് കോന്നി തെരഞ്ഞെടുപ്പ്, അതുപോലെ പത്തനംതിട്ട തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ന്യൂനപക്ഷ സമുദായ നേതാക്കളുമായി ഞാൻ കഴിഞ്ഞ ടൈമിൽ നടത്തിയ യാത്രയും അതിനുശേഷം പ്രമുഖരെ കാണുവാൻ വേണ്ടിയിട്ട് നടത്തിയ യാത്രയ്ക്കൊക്കെ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ചാൽ വലിയ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരു വലിയ ഭയപ്പാട് പ്രചരണങ്ങളുടെ ഭാഗമായി നടത്തിയ ഭയപ്പാടുകളാണ്. ഇത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ.
നമുക്ക് ഒരനുഭവം ഉണ്ടായതിന് ശേഷം ചെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവരുടെ അംഗീകാരവും ആകെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്ന നുണകളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ മുകളിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം രണ്ടും രണ്ടാണ്. ഏതായാലും കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ താല്പര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടായിട്ടുള്ളത്. BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു നിലയിൽ നിന്ന് ആ പ്രചരണങ്ങളെ കവച്ചു വെക്കുവാൻ, അപ്പുറം കടക്കുവാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ആത്മവിശ്വാസവും വലിയ പ്രതീക്ഷയും സുരേന്ദ്രേട്ടൻ പ്രസിഡന്റ് ആയതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ നമ്മളുമായി ബന്ധപ്പെടുന്ന സമയത്തും നമ്മൾ ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടും സാമുദായിക നേതാക്കന്മാരുമായിട്ടും ഒക്കെ സംവദിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അഴിമതിയില്ലാത്തൊരു ഭരണത്തെ അവർ കാണുന്നത് ആദ്യമായിട്ടാണ് എന്ന് വിലയിരുത്തിയത് ഈ കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ നേതാക്കന്മാരുമായി ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. കോവിഡാനന്തര കേരളം എന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ന്യൂനപക്ഷ നേതാക്കന്മാർ, സാമുദായിക നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞത്, അഴിമതിയില്ലാതെ കടന്നുപോയ 5 വർഷവും അത് തുടർന്നു പോകുന്ന ഒരു സർക്കാരിനെയും ആണ് ജനതയ്ക്ക് ആവശ്യം. അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, ആരാധനാ ആലയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും സ്വാതന്ത്ര്യമുണ്ടാകാത്ത ഒരു കാവ്യവൽക്കരണം ഈ നാട്ടിലുണ്ടാകും എന്നുള്ളതിനെ തിരുത്തപ്പെടുന്ന രീതിയിൽ ആ ചിന്ത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തിരുത്തപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം ന്യൂനപക്ഷ അംഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള വിലയിരുത്തൽ അത് നമ്മുടെ സുരേന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിഞ്ഞ് പാളിസായിപ്പോയി. കൊറോണ എന്ന മഹാമാരി വിപത്തിൽ നിന്നും മുക്തി നേടിയ ശേഷം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം സാമ്പത്തിക കഷ്ടതകൾ അനുഭവിക്കുന്ന സാധ്യതയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് ഉള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് സ്വാഭാവികമാണ്. ലോകത്തെമ്പാടും ഈ പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് അതിജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സർക്കാർ ആരെയും കാണാതെ പോകുന്ന ഒരു തലത്തിൽ അല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച സാമ്പത്തിക പാക്കേജിൽ താഴെ തട്ടിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയാണ് ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് പുതിയ ഉണർവുണ്ടായിരിക്കും. ഭാഗമായി നമുക്ക് പല സമയത്തും കാണാൻ സാധിക്കും. നമ്മുടെ മേഖലകളിലെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ പുതിയ പ്രോജക്റ്റുകൾ വെച്ചിരിക്കുന്നു, ബിസിനസ്സുകൾ മുന്നോട്ട് കുതിക്കാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും നുള്ള ബുദ്ധിമുട്ടുകൾ, ഈ തൊഴിലിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു കരുതലുള്ള സർക്കാർ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഈ ശ്രമിക്കുന്നതിന് വേണ്ടിയും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയും ഇതുപോലൊരു പരിപാടി സോഷ്യൽ മീഡിയയിലൂടെ ഈ കൊറോണ കാലഘട്ടത്തിൽ ആവുന്ന രീതിയിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷവും ഒപ്പം നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കാം എന്നെനിക്ക് തോന്നുന്നു. മറ്റ് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ധാരണ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കറണ്ടില്ല, കറണ്ട് പോയിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് കാറിൽ വന്നിരുന്നാണ് ഞാൻ ലൈവിൽ പങ്കെടുത്തത്. എന്നോടൊപ്പം സഹകരിച്ച, ഇത്ര നേരം ശ്രവിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വിഷ്ണു വന്നു. ഈ മഹാമാരിയിൽ BJPയുടെ ഭാഗമായി എന്തൊക്കെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്? BJPയുടെ ഭാഗമായി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സേവനം എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സർക്കാരിനൊപ്പം നമ്മൾ നിന്നു എന്നുള്ളതാണ്. സർക്കാരിനെ രാവിലെ എഴുന്നേറ്റ്, സുരേന്ദ്രേട്ടൻ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന പ്രതിപക്ഷത്തെ പോലല്ല, ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഏത് നാട്ടിലാ നമ്മൾ കിറ്റ് കൊടുക്കാത്ത, ഏത് നാട്ടിലാണ് നമ്മൾ മാസ്ക് കൊടുക്കാത്ത, ഏത് നാട്ടിലെ ജനത്തെയാണ് നമ്മൾ വിദേശത്ത് നിന്ന് വരുന്നവരെ സഹായിക്കാതിരുന്നിട്ടുള്ളത്? BJPയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള സേവനങ്ങൾ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി സേവനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനത്തെ ഒരു മഹാമാരി ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ടത്, അത് കൃത്യമായി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി തന്നെയാണ് BJP നിലകൊണ്ടിട്ടുള്ളത്. രാവിലെ പത്രസമ്മേളനം നടത്തി സർക്കാരിനെ 2 ചീത്ത വിളിച്ച് അതിനുവേണ്ടിയുള്ള കുറച്ച്, എന്നാൽ നമ്മൾ പ്രശ്നങ്ങളുണ്ടായതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യുതി ചാർജ് ആയി ബന്ധപ്പെട്ട് നമ്മൾ അതിന് സമരം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു എന്ന് പറയുന്നത് ആ ജനവിഭാഗത്തെയും നോക്കിക്കാണുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ ശ്രമിക്കുകയും അതിലേക്കും സാധാരണക്കാർക്കിടയിൽ BJP ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ BJPക്ക് ഇപ്രാവശ്യം സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലൊക്കെ മാസ്ക് എത്ര കൊടുത്താലും അവർക്ക് മതിയാവില്ല. ഞങ്ങൾ മാസ്ക് കൊടുക്കുകയും ചെയ്തു, ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ മാസ്ക് കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഒരുപാട് ആളുകളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് മാസ്ക് അവിടെ കൊടുപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം BJP പ്രധാനമായ പങ്കാളിത്തം ഈ മഹാമാരി കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ കാര്യത്തിൽ ഇനിയിപ്പം നമുക്ക് ആകെ ആശങ്കയുള്ളത് പ്രവാസികൾ തിരിച്ചെത്തും. സ്കിൽഡ് ലേബേഴ്സ് വരുന്നുണ്ട്, തൊഴിലന്വേഷിച്ച് പോയവർ വരുന്നുണ്ട്, തൊഴിൽ അവിടെ ഉണ്ടായിരുന്നവർ വരുന്നുണ്ട്. ഇവരെ എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള പാക്കേജുകൾ നിർമ്മല സീതാരാമൻജി പദ്ധതികളിലുണ്ട്. അതീവ പ്രാധാന്യത്തോടുകൂടി പ്രവാസികളിൽ എത്തുകയും പ്രവാസികളെ അതിൽ സഹായിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഈ പറയാൻ സാധിക്കുന്നത്. കാരണം അവരാണ് വിദേശ നാണ്യം എന്ന് പറയുന്നത് അല്ലാതെ വന്നതല്ല, പ്രവാസികൾ ഇവിടെ എത്തിച്ച നാണ്യം ഒരുപാടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന
കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക പാക്കേജ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഇപ്പോൾ മത്സ്യമേഖല, അല്ലാതെ കാർഷിക മേഖല, അതുപോലത്തെ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ, ഇതെല്ലാം വളരെ ഗംഭീരമായി ഈ പ്രാവശ്യത്തെ പദ്ധതികളിൽ അവർക്ക് അനുകൂലമായ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തിക്കുന്നവർക്ക് ചെയ്തതിനെ പറ്റിയാണ്. ഫുൾ ടൈമർ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഫുൾ ടൈമർ എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ദിശ തന്നെ മാറ്റിക്കളഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ ദിശ തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് നടക്കില്ല എന്ന് പറയുന്നതിനപ്പുറം പോസിറ്റീവ് തിങ്കിങ് എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത് വിദ്യാർത്ഥി പരിഷത്തിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ വിദ്യാർത്ഥി പരിഷത്ത് തന്ന ഒരു അനുഭവം, ഫുൾ ടൈമർ എന്ന നിലയ്ക്ക് വീട് വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അന്ന് കാര്യാലയത്തിലാണ് നിൽക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാത്സേട്ടൻ പ്രാസ്മരണ കഴിയാതെ ആ സമയത്ത് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. കുട്ടിക്കാൻ പോയിട്ടുണ്ടാവും. 3 മണിയായിട്ടായിരിക്കും വന്നത്. എന്നാലും നമ്മൾ പ്രാസ്മരണയ്ക്ക് എത്തണം. അപ്പോൾ അങ്ങനെ ഒരു ചിട്ട ഉണ്ടായത് ഫുൾ ടൈമർ ആയിരുന്ന കാലഘട്ടത്തിലാണ്. പിന്നെ ഈ മറ്റുള്ളവരുടെ വീട്ടിൽ പോവുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുക എന്നൊക്കെ പറയുന്നത് പണ്ട് നമുക്ക് ഭയങ്കര നാണക്കേടാണല്ലോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ പോകണ്ട. പക്ഷെ ഇതല്ല, ഇത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ആ സമയത്ത് കയറി ചെല്ലും. ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ലെങ്കിലും നമ്മളങ്ങ് കയറിച്ചില്ല. അമ്മയുണ്ടാവും അവിടെ. കഴിച്ചു. ആദ്യത്തെ അവരെ ഫുൾ ടൈമർ ആണെങ്കിൽ ആദ്യത്തെ അവരുടെ ചോദ്യം, മോനെ വല്ലതും കഴിച്ചതോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ നമ്മൾ ചിരിക്കും. ചില സ്ഥലത്ത് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചോദിക്കില്ല. നമ്മൾ ഏതാണ്ട് ആ സമയത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും കഴിക്കാം, കയറിയിരിക്കുക എന്നേ പറയുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു നമ്മളൊരു രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന കുറേ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ നമുക്ക് മുഴുവൻ സമയ പ്രവർത്തകനാകുമ്പോൾ കിട്ടുന്നത് സ്ഥാനീയ കാര്യകർത്താവായി പ്രവർത്തിക്കുന്ന സമയത്ത് കിട്ടില്ല. 100%. എന്താ ചോദിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറ്റൊന്നുമില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിച്ചോട്ടെ.
ചർച്ചയിൽ പങ്കെടുത്ത് എന്നോട് സഹകരിച്ച, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് യുവമോർച്ച ന്യൂനപക്ഷങ്ങൾ കൂടുതലായി സംഘപരിവാരം അങ്ങ് എന്ത് നടപടി എടുക്കും? അത് സ്വാഭാവികം. ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ട് BJP-യിൽ വരാനെടുക്കുന്ന നടപടി അല്ല, ഇത് ന്യൂനപക്ഷ സംഘടനാ പ്രവർത്തനം തന്നെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു ന്യൂനപക്ഷ മോർച്ചയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം സംഘപരിവാറിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതിന് സ്ഥിരം ശൈലിക്കപ്പുറം നമുക്ക് പുതിയതായ പദ്ധതികളുണ്ട്, പുതിയതായ പ്രവർത്തനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുമായി സമ്പർക്കമുണ്ട്, അവരെ നമ്മുടെ പദ്ധതികൾ അറിയിക്കലുണ്ട്. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. നൈ റോഷനിയുണ്ട്, നൈ മനസ്സിലുണ്ട്, അതുപോലെ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ അവർക്കിടയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പദ്ധതികൾ എത്തിക്കലാണ് പുതിയതായി നമ്മൾ ചെയ്യാൻ വേണ്ടി, അത് കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹിന്ദുക്കൾ മതം മാറി ക്രിസ്ത്യനായ ന്യൂനപക്ഷ ഹിന്ദുക്കൾ വാങ്ങിക്കുന്നത് എതിരെ എന്തെങ്കിലും നടപടി എടുക്കും? ഇതൊക്കെ സർക്കാർ പാർട്ടിക്ക് അകത്തൊരു നടപടിയുണ്ട്. പാർട്ടിയുടെ ആ വിലയിരുത്തലും പാർട്ടിയുടെ നടപടിയും തന്നെയാണ്. ന്യൂനപക്ഷ മോർച്ചയ്ക്കായിട്ട് പ്രത്യേകിച്ച് നടപടികളൊന്നുമില്ല. ന്യൂനപക്ഷ മോർച്ചയല്ലല്ലോ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. പാർട്ടിക്കൊരു നടപടിയുണ്ട്. ആ പാർട്ടിക്കൊപ്പം നമ്മൾ നിൽക്കും. പാർട്ടി പറയുന്ന കാര്യങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കും. അതെല്ലാം വ്യക്തിപരമാണല്ലോ. അപ്പം നമസ്തേ. അതൊക്കെ പാർട്ടിയുടെ പോളിസിയാണ്. പാർട്ടി അതിൻ്റെ അകത്ത് നിലപാടെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ആ നിലപാടിനൊപ്പമാണ് അത്. ന്യൂനപക്ഷ മോർച്ചയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോളിസി ഇല്ല. പോളിസി മേക്കിങ്ങിൽ ന്യൂനപക്ഷ മോർച്ചയ്ക്കില്ല. പോളിസി മേക്കിംഗ് മുഴുവൻ പാർട്ടിയുടെ പരിപാടിയാണ്. BJP ആണ് പോളിസി എടുക്കുന്നത്. അതിന് അനുഗുണമായി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ബ്രിഡ്ജ് മാത്രമായിട്ടാണ് ന്യൂനപക്ഷ മോർച്ച പ്രവർത്തിക്കുന്നത്. അപ്പം നമസ്തേ. കേട്ടിരുന്ന എല്ലാവർക്കും നമസ്തേ. ഒരിക്കൽ കൂടി നമസ്കാരം, നല്ല നമസ്കാരം. താങ്ക് യു ഓൾ. കോന്നി യുവമോർച്ച മണ്ഡലത്തിന്, കോന്നി BJP മണ്ഡലത്തിന് പ്രത്യേകം നന്ദി. താങ്ക് യു.